ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു റവ വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ എടുക്കാവുന്നതാണ്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ ചെറിയ തരിതരിപ്പോടുകൂടി പൊടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിച്ചെടുത്ത റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് തൈരാണ്. അത്യാവശ്യം പുളിയുള്ള തൈരാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തൈരും വെള്ളവും റവയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ അതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും റവ നല്ലപോലെ ഒന്ന് കുതിർന്ന് വന്നോളും. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. റവ നല്ലപോലെ ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാവ് കുറച്ചും കൂടി കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില അതും കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു വടക്ക് ഇഞ്ചിയുടെയും വേപ്പിലയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് തന്നെ കിട്ടുള്ളൂ. നമ്മൾ സാധാരണ വട ഉണ്ടാക്കുന്നൊരു പാകത്തിന് തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. കൈകൊണ്ട് ഇതുപോലെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഒരുപാട് കട്ടിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം തീ ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. കൈ ഒന്ന് നനച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം നല്ലപോലെ ഫ്രൈ ആയിട്ടല്ല തിരിച്ചിട്ട് കൊടുക്കേണ്ടത്, ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂട്ടി വെക്കരുത്, ഇതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോഴാണ് ഉള്ളൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. 2 വശവും അത്യാവശ്യം നല്ലപോലെ കളർ മാറി വരണം. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ വട നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു റവ വട ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. കുട്ടികളൊക്കെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി വടയാണ് കേട്ടോ ഇത്. രണ്ടാമത് ഇട്ട് കൊടുത്തതും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വടയാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.